ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഇടതു സർക്കാർ മാറിയെന്നും ഈ അവസ്ഥ പരിതാപകരമെന്നും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ ആർ ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാൻ CBIക്ക് 3 തവണ അനുമതി നിഷേധിച്ചതിനെതിരായ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ പ്രതികരണം. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ അന്തർധാര സജീവമോ എന്ന ചോദ്യമാണ് നാട്ടിലെങ്ങും ഉയരുന്നത്. ആരോപണവും പ്രത്യാരോപണവും സമരവും പ്രതിരോധവും കയ്യേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഇവരെല്ലാം ഒന്നിക്കുമോ എന്നത് പൊതുജനത്തിന്റെ സംശയമാണ്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ അഴിമതിയുണ്ടെന്നാണ് കേസ്. ഉയർന്ന നിലവാരമുള്ള തോട്ടണ്ടിക്ക് കരാർ ഉറപ്പിച്ച ശേഷം ഗുണനിലവാരമില്ലാത്തവ ഇറക്കുമതി ചെയ്തു. 1000 കോടിയുടെ അഴിമതി ആരോപണമാണ് അതിൽ ഉയർന്നത്. 15 ഇടപാടുകളിൽ 85 കോടിയുടെ ക്രമക്കേട് പ്രാഥമികമായി CBI സ്ഥിരീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് 2016 CBI അന്വേഷണം തുടങ്ങിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ ആർ ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാൻ CBIക്ക് 3 തവണയാണ് സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചത്. ആദ്യം 2020 ഒക്ടോബർ 15-നും രണ്ടാം തവണ ഇക്കൊല്ലം മാർച്ച് 21-നും ഒക്ടോബർ 28-നും അനുമതി നിഷേധമുണ്ടായി. 2006 മുതൽ 2011 വരെ CIT നേതാവായിരുന്ന E കാസിമായിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ. UDF സർക്കാർ വന്നപ്പോൾ ആർ ചന്ദ്രശേഖരനായി ചെയർമാൻ. 2 ചെയർമാൻമാരുടെ കാലത്തും KE രതീഷായിരുന്നു MD. ഇതിൽ E കാസിം അന്തരിച്ചു. ഇതിൽ കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വ്യഗ്രത എന്ത് എന്ന സംശയമാണ് സമൂഹത്തിൽ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ പ്രമാണം. ആശാസമരത്തോട് INTUC എടുത്ത നിലപാട് പ്രത്യുപകാരമായി കാണാവുന്നതാണ്. ഇതുകൊണ്ടാകാം CBI കണ്ടെത്തിയ കോൺഗ്രസുകാരന്റെ അഴിമതി യഥാർത്ഥ അഴിമതിയല്ല എന്ന് സർക്കാർ കോടതിയിൽ വാദിക്കുന്ന നിലയിലേക്ക് എത്തിച്ചതും. ജനം പക്ഷെ ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. മിക്ക കേസുകളും ഇങ്ങനെ തന്നെ നടക്കുന്നത്. കാര്യം നമ്മൾ ആർട്ടിക്കിൾ 14-ൻ്റെ നഗ്നമായ ലംഘനങ്ങളാണ്. തുല്യനീതി തുല്യാവകാശമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഭരിക്കുന്നവർക്ക് എന്ത് വേണേലും കാണിക്കാം അവരുടെ ആൾക്കാർക്ക്. കോടതി സഹികെട്ട് പറയുന്നതാണ് ഇതൊക്കെ. ഈ അഴിമതി കേസെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അന്വേഷിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഭാഗം മാത്രം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇറക്കിയത്, പോയത്, വന്നത്, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റികൾ, പിന്നെ ഇറക്കിയതിനകത്തുള്ള ഷിപ്പിംഗ് ചാർജുകൾ, ഈ സംവിധാനങ്ങളെല്ലാം മനസ്സിലായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിൽ കളിച്ചവർക്ക് ഒരു ചെറിയ ഒരു ഒതുക്കം കിട്ടാനാണ് അവർ ഈ പാർട്ടികളെ വിചാരണ ചെയ്യാതെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇരിക്കുന്നതിനേക്കായി വലിയ അഴിമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി ജോലി ഇല്ലല്ലോ. ഈ ജോലി ഇല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ 2-3 ജോലി കൊടുക്കും അവർ വോട്ട് കിട്ടാൻ വേണ്ടി. അതുള്ള ജോലി എന്ന് പറയുന്നത്. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല, ശക്തമായ നടപടിയെടുക്കും എന്ന് വിജിലൻസിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് അധിക നാളായിട്ടില്ല. എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് പുറത്തുവരുന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് സർക്കാർ കരുതേണ്ടത്. അല്ലാതെ അഴിമതിക്കാർക്ക് കുടപിടിക്കുകയല്ല വേണ്ടത്. പ്രതികൾ നിരപരാധികൾ എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അവർ വിചാരണയിലൂടെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ടാവട്ടെ. ഇല്ലെങ്കിൽ അഴിമതിരഹിത കേരളം വെറും വാചകമടി മാത്രമാകും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. രവികുമാർ PB എന്ന പ്രേക്ഷകൻ പറയുന്നു, അഴിമതിക്കാരെ സംരക്ഷിക്കാൻ UDFും LDFും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണെന്നതിൽ സംശയം വേണ്ട എന്ന്. ഏതായാലും ഇത്തരം സംശയങ്ങളൊക്കെ നീക്കേണ്ട ഉത്തരവാദിത്വം അത് സർക്കാരിനാണ്. ആ നടപടി സർക്കാർ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയൊരു കൗതുക കാഴ്ചയിലേക്കാണ്. വളരെ മികച്ച ഒരു റോഡ് കാണണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലേക്ക് വരണം. ടാറിങ്ങിൻ്റെ വ്യത്യസ്തതയാണ് ഈ റോഡിൻ്റെ സവിശേഷത. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ തൃശ്ശൂർ മണ്ണുത്തി ദേശീയപാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലാണ് ഈ കൗതുകമുള്ളത്. കാണാം കൗതുകപ്പാതയും കമനീയ കാഴ്ചയും. വളരെ മികച്ച ഒരിതാണ്, വളരെ മികച്ച ആശയമാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നിർമ്മാണ ബുദ്ധിയാണ്. ഇങ്ങനെ ഒരു റോഡ് ടാറിംഗ് നടത്തിയതിന് ആരാണാവോ അനുവാദം നൽകിയത്?
നിശ്ചിത സമയത്തിനകം ടാറിംഗ് പൂർത്തിയാക്കിയ കരാർ കമ്പനിയെ ഈ ആശയത്തിന് താമ്രപത്രം നൽകി ആദരിക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലെന്ന് മാത്രമല്ല, അപകടം വിതയ്ക്കാൻ സാധ്യതയുള്ളതുമാണ് നിലവിലെ റോഡ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന കൊരട്ടിയിലാണ് ഇങ്ങനെ സർവീസ് റോഡ് ടാർ ചെയ്തത്. അവിടെയുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാതെയായിരുന്നു വിചിത്രമായ ടാറിടൽ. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന കൊരട്ടിയാണിത്. പ്രധാന പാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് സർവീസ് റോഡുകളാണ്. അങ്ങനെ ഉപയോഗിക്കേണ്ട സർവീസ് റോഡ് കഴിഞ്ഞ ദിവസം കൊരട്ടിയിൽ ടാർ ചെയ്തു. പക്ഷേ റോഡിന് നടുവിലുണ്ടായിരുന്ന പോസ്റ്റുകൾ മാറ്റിയില്ല. ദാ ഇപ്പോൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് സർവീസ് റോഡിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്നത്. ആരും ഒന്ന് ചോദിച്ചു പോകും, എന്ത് പ്രഹസനമാണിത്. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പലകുറി കണ്ടതാണ് മലയാളികൾ. വിമാനത്താവളത്തിലേക്ക് പോയവർ, ആശുപത്രിയിലേക്ക് പോയവർ തുടങ്ങി ഭരണകർത്താക്കൾ വരെ ഗതാഗതക്കുരുക്കിന്റെ ചൂടറിഞ്ഞു. ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടു. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചതോടെയാണ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കരാർ കമ്പനി നടപടി തുടങ്ങിയത്. കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡുകൾ ടാർ ചെയ്തതോടെയാണ് ഗതാഗതക്കുരുക്കിന് കുറച്ചെങ്കിലും ആശ്വാസമായത്. അതിനിടെ കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ നിർമ്മിച്ച ഈ സർവീസ് റോഡ് കണ്ടാൽ ആരും മൂക്കത്തൊന്ന് വിരൽ വെച്ചു പോകും. സർവീസ് റോഡിലെ വൈദ്യുത പോസ്റ്റുകൾ നീക്കാതെ ടാർ ചെയ്ത് ഞെട്ടിച്ചിരിക്കുകയാണ് കരാർ കമ്പനി. കൊരട്ടി പോലീസ് സ്റ്റേഷൻ എതിർവശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് റോഡിലാണ് 3 വൈദ്യുത തൂണുകൾ അതേപടി നിർത്തി ടാറിംഗ് പൂർത്തിയാക്കിയത്. ദേശീയപാതയിൽ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റുകൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന നിലയിലുള്ളത്. റോഡിലെ പോസ്റ്റ് അത് ഇവരുടെ അതോറിറ്റി പാലക്കാടാണ്. അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അവർ ഓക്കെ ഇത് തന്നെ അടിക്കുള്ളൂ. ഈ ഞങ്ങൾ പല ആളുകളും പോയി ഈ പാലക്കാട് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അവർ അത് ശരിയാക്കാം എന്ന് പറയുന്നതല്ലാണ്ട് അവരിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6-7 പേര് വന്നിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചെറിയ ഇത് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ കിടക്കണതൊക്കെ എങ്ങനെ മാസങ്ങളായിട്ട് കിടക്കാണ്. തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് 3 വരിയായി എത്തുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട ഇടുങ്ങിയ സർവീസ് റോഡിൽ വൈദ്യുത തൂണുകൾ കൂടിയായതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാക്കും. ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗതം മാത്രമാണ് സാധ്യമാവുക. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന ഭാഗത്തുള്ള പാർശ്വഭിത്തിയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഈ ഭാഗത്താണ്. അടിപ്പാത നിർമ്മാണം തുടങ്ങിയതോടെ വഴിയാത്രക്കാർ മാത്രമല്ല, പ്രദേശവാസികളും വ്യാപാരികളുമടക്കം പൊതുജനം ഒന്നടങ്കം ദുരിതത്തിലാണ്. അത് അവിടെ ഇവിടെ ഈ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. ഈ വഴിക്ക് പോരുമ്പോൾ ആളുകൾ എയർപോർട്ടിലേക്കും അവിടേക്കും പോകുന്ന ആളുകൾ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് അറിയുമോ. മിക്ക ദിവസം ബ്ലോക്കായിരിക്കും. കാരണം വഴി പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ടാറിങ് ചെയ്തിട്ട് ഒരു 3-4 ദിവസമായുള്ളൂ. അതൊക്കെ മുമ്പ് ഇങ്ങനെ മണ്ണ് പിടിച്ച് കിടക്കായിരുന്നു. ഇനിയും പൊതുജനത്തിന്റെ നികുതി പണത്തിൽ റോഡുകൾ പണിത് കുരുക്കാക്കരുതെന്നാണ് ജനങ്ങളുടെ അഭ്യർത്ഥന. കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡുകളാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത്. ഈ പോസ്റ്റുകൾ മാറ്റിയാൽ ഇവിടെയും കുഴികൾ വില്ലനാകും. പൊതുജനത്തെ ഇനിയും വിഡ്ഢികളാക്കരുത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.